നമസ്കാരം. രാജ്യത്തെ ട്രാഫിക് നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കി ഖത്തർ ഭരണകൂടം. പുതിയ പരിഷ്കരണത്തോടെ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ ഇതിനു മുൻപായി ട്രാഫിക് നിയമ ലംഘനത്തിലെ മുഴുവൻ തുകയും അടയ്ക്കേണ്ടി വരും. പുതിയ തീരുമാനം സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. നിയമലംഘനത്തിൽ ഏർപ്പെട്ട വാഹനങ്ങൾക്കും പുതിയ തീരുമാനം ബാധകമാണ്. നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി പിഴത്തുക ഉള്ളവർക്ക് ഇത് ഇളവുകളോടെ അടച്ചു തീർക്കാനുള്ള അവസരവും ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 വർഷത്തിൽ കുറയാത്ത പിഴത്തുക ഉള്ളവർക്ക് 50% ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഖത്തർ പൗരന്മാർ, താമസക്കാർ, സന്ദർശകർ, GCC പൗരന്മാർ എന്നിവർക്കെല്ലാം തന്നെ ഈ ഒരു നിയമം ബാധകമാണ്. സെപ്റ്റംബർ മുതൽ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് കര, വായു, കടൽ എന്നിവയുൾപ്പെടെ ഏതെങ്കിലും അതിർത്തികൾ വഴി ഖത്തറിൽ നിന്ന് പുറത്തു കടക്കുന്നത് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇവർക്കെതിരെ കൂടുതൽ നിയമ നടപടികളും അധികൃതർ സ്വീകരിക്കുന്നതാണ്. വാഹനങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നതായും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ അബ്ദുള്ള ഖലീഫ അൽ മുഫ്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മൊബൈൽ ആപ്പായ മെട്രാഷ് 2 മുഖേന അല്ലെങ്കിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയോ നിയമ ലംഘകർക്ക് പിഴത്തുക അടയ്ക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ ഖത്തർ ഭരണകൂടം തയ്യാറായതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുതൽ 25-ൽ കൂടുതൽ യാത്രക്കാരുള്ള ബസ്സുകൾ, ടാക്സികൾ, ലിമോസിനുകൾ എന്നിവ ഓരോ ദിശയിലും 3-ഓ അതിലധികമോ പാതകളുള്ള റോഡുകളിൽ ഇടത് പാത ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഡെലിവറി മോട്ടോർ സൈക്കിൾ റൈഡർമാർ വലത് ലൈൻ ഉപയോഗിക്കേണ്ടതായുണ്ട്. ജംഗ്ഷനുകൾക്ക് 300 മീറ്റർ മുൻപ് മാത്രമേ ലൈൻ മാറ്റങ്ങൾ അനുവദിക്കുകയുള്ളൂ. നിയമലംഘനങ്ങൾ നിയമ നടപടികളിലേക്കും പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് റെഫർ ചെയ്യാനും ഇടയാക്കും. ഖത്തറിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മോട്ടോർ വാഹനം കൊണ്ടുപോകണമെങ്കിൽ ജനറൽ ഡയറക്ടർ ഓഫ് ട്രാഫിക്കിൽ നിന്ന് പെർമിറ്റ് വാങ്ങിയിരിക്കണം. പെർമിറ്റ് ലഭിക്കുന്നതിന് വാഹനത്തിന് ട്രാഫിക് ലംഘനങ്ങൾ ഉണ്ടാകരുത്. ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പെർമിറ്റ് നൽകുക. വാഹനത്തിന്റെ അവസാന ലക്ഷ്യസ്ഥാനം വ്യക്തമാക്കേണ്ടതുണ്ട്. അപേക്ഷകൻ വാഹനത്തിന്റെ ഉടമയായിരിക്കണം. അല്ലെങ്കിൽ വാഹനം രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് ഉടമയുടെ സമ്മതം വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതായി ഉണ്ട്. ട്രാഫിക് നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഖത്തർ.